മലൈക്കോട്ടെ വാലിബനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു പ്രസ്താവനയാണ് എന്ന് പറഞ്ഞാൽ എന്താ നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ്, അത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ കണ്ടത് പുള്ളി ഓടി നടന്ന് ഇത് എന്താ ഇന്റർവ്യൂ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, തന്റെ സിനിമ ഇങ്ങനെ. അതെ അതെ, ഇത് ഭഗത് രംഗന്റെ അത് തന്നെ പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടു. അങ്ങനെ ഒരുപാടെണ്ണം ഞാൻ ഇങ്ങനെ കണ്ടു, ഓടി നടന്ന് സിനിമയെ പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറയുന്നു. ഇപ്പോൾ അതിലെനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം തൻ്റെ സിനിമ കൊമേഴ്ഷ്യലി ഇത്ര ഒരു ബഡ്ജറ്റ് ഉപയോഗിച്ച് ഇത്ര വലിയൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്ന് ഇത്ര ആളുകളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഒരു സിനിമ ഇറക്കുകയാണെങ്കിൽ അദ്ദേഹം ആ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറയുന്ന നിലപാട് വെച്ച് പറ്റില്ല. അയാൾക്കിപ്പോൾ എന്തെങ്കിലും എന്താ ഫെസ്റ്റിവൽ മൂവീസ് അല്ലെങ്കിൽ ഇപ്പോൾ ചുരുളി അല്ലെങ്കിൽ എന്താ നൻപകൽ നേരത്തെ മയക്കോ അതുപോലെ ഒരു ഫെസ്റ്റിവൽ മൂവിയായിട്ട് ഇറക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ നിലപാട് ഓക്കെയാണ്, അദ്ദേഹത്തിന് തോന്നിയതുപോലെ ഇറക്കാം. കാര്യം ലോ ബഡ്ജറ്റ് മൂവിയാണ്, അത്രയും എടുക്കുന്ന ആളുകളുടെ എഫേർട്ട് കുറവാണ്, അതൊക്കെ വെച്ചിട്ട് ഓക്കെ. അപ്പോൾ ഇത്രയും എഫേർട്ടും എനർജിയും എല്ലാം യൂസ് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു ഇഷ്ടത്തിന് ഇറക്കുന്നു നോ പ്ലാൻസ് ടു ഇംപ്രസ് നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിലെന്താ അർത്ഥമാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരെണ്ണം അതിൻ്റെ പകുതി ഞാനൊന്ന് എതിർക്കുകയാണ്. ഇപ്പം ലിജോയ്ക്ക് ലാലേട്ടനെ വെച്ചോ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ വെച്ചോ പടം എടുക്കാം, ലിജോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിനിമ എടുക്കാം, ലിജോയ്ക്ക് അത് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന രീതിയിൽ ഇറക്കാം. ഒരു പ്രശ്നം ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നൻപകൽ നേരത്തെ മയക്കം ഇറക്കിയില്ലേ, മമ്മൂക്ക ഫാൻസ് ഇല്ലേ, മമ്മൂക്ക ഫാൻസിന് എന്ന രീതിയിലും അവർക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ രണ്ട് തരത്തിലും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പക്ഷെ അതിനേക്കാളും എന്തുകൊണ്ട് ഇത് പ്രശ്നമാകുന്നു എന്നുള്ളത് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്നതെന്നും പറഞ്ഞൊരു വലിയ ടാഗ് ഇട്ട് മോഹൻലാലിനെ പിടിച്ചൊരു ഭീമാകരമായ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോകുന്ന ഒരു മാസ് എലിവേഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് ടീസർ മറ്റേ ടെന്റ് പൊളിക്കുന്ന കയർ പൊളിക്കുന്ന ഇത് കാണുന്ന ആളുകൾ പിന്നെ എന്താ ചിന്തിക്കേണ്ടത്? ഇതൊരു മാസ് അപ്പീലുള്ള ഒരു സിനിമ അല്ലാതെ പിന്നെ എന്താ ചിന്തിക്കുന്നത്? ആ ടാഗ് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മോഹൻലാലിന്റെ എന്തോ ഒരു മോഹൻലാല് ഭയങ്കരമായി അവതരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ എന്തിനാണ് കുറ്റം പറയുന്നത്? ആളുകൾ പിന്നെ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ആളുകൾ പിന്നെ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അതിനുശേഷം വന്ന ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾ എടുത്തു നോക്കുക. ആ പോസ്റ്റർ പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ മലൈക്കോട്ടെ, അത് കാണണം. ഇൻസ്റ്റാഗ്രാം ഗ്രിഡിൽ ഒരു പോർഷൻ വെച്ച് അങ്ങനെയായിരുന്നു ഒരു പോസ്റ്ററിൽ. നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഹൈപ്പ് കയറ്റി മോഹൻലാൽ എന്ന ബ്രാൻഡ് വാല്യൂവിലെ മാസ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പ് കയറ്റി മാർക്കറ്റ് കയറ്റി ചെയ്തൊരു സിനിമ. മോഹൻലാൽ വന്ന തിയേറ്റർ കുലുങ്ങും. മോഹൻലാൽ വന്ന തിയേറ്റർ. എന്നിട്ട് അത് ലിജോ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ആർക്കും വേദന ഉണ്ടാക്കാത്ത ഒരു ഡയലോഗ് എന്നാ പറയുന്നത്. ആർക്ക് വേദന ഉണ്ടാക്കി? മോഹൻലാൽ ആരാധകർക്കൊക്കെ വേദന ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഫാൻസ് നിരാശരായത്. സിനിമ ഗംഭീരമായ സിനിമയാണ്. ഞാൻ റിവ്യൂ ചെയ്തത് ഭയങ്കര ഗംഭീരമായിട്ട് ഞാൻ പറഞ്ഞത്. എനിക്കും ഇഷ്ടപ്പെട്ട. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലിജോന്റെ വാക്കുകളാണ്. അതിനുശേഷം ലിജോ തൊട്ടടുത്ത ദിവസം ഫാൻസ് നെഗറ്റീവ് പറഞ്ഞ തൊട്ടടുത്ത ദിവസം പ്രസ് മീറ്റ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഹേറ്റ് ക്യാമ്പയിനിങ് നടത്തുന്നത്. ഒരു മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ ഫാൻസ് എന്തിനാണ് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത്? അവർക്ക് കൊടുത്തിരിക്കുന്ന മിനിമം നോളജ് വെച്ച് അവർ സിനിമയ്ക്ക് അകത്തോട്ട് കയറി അവർക്ക് നിരാശരായി. സ്വാഭാവികമായിട്ട് നിരാശരാവത്തേ ഉള്ളൂ. പിന്നീട് വന്ന ഫാമിലി ഓഡിയൻസ് ആണ് ഈ സിനിമ ഏറ്റെടുക്കുന്നതും ഇപ്പോൾ സിനിമ പോകുന്നതും. ഞാൻ എന്നിട്ടും ഈ സിനിമ ഗംഭീരമായിട്ട് പോകുന്നതൊന്നും പറയുന്നില്ല. അത്യാവശ്യം ഒരു 10 പേരെങ്കിലും ഇപ്പോഴും ഓരോ സീനിൽ വെച്ച് കയറുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നോ പ്ലാൻസ് ടു ചേഞ്ച് പ്രസ് മീറ്റിൽ വെച്ച് മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചു ഇപ്പോഴും ആ നിലപാടാണോ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും മാസ് കാണിച്ച് സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് നാട് നീളം ഓരോ ഇൻ്റർവ്യൂവും കൊടുത്തിട്ട് എൻ്റെ സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് എടുത്തിരിക്കുന്ന രീതി ഇങ്ങനെയാണ് മാറുകയാണ് ചക്കയാണെന്നൊക്കെ പറഞ്ഞ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഇതിന് മുന്നേയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും കൂടെ പ്രൊഡക്ഷൻ്റെ ഭാഗമാണ് മലൈക്കോട്ടെ വാലിബൻ. ഇതിന് മുമ്പ് നൻപകലിലും കണ്ടിട്ടില്ല. നൻപകലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യം ഒരു ഫെസ്റ്റിവൽ ഇറക്കി അത് പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിട്ടാണ് ഒരു തിയേറ്ററിക്കൽ റിലീസ് ചെയ്തത്. അപ്പൊ പിന്നെ രണ്ട് വിഭാഗത്തിന് അവർക്കും പറയാം ഇത് ഫെസ്റ്റിവലിൽ ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു മൈൻഡ് സെറ്റിലെ ആളുകൾ വരുത്തുള്ളൂ. അതിന് മുന്നേ ഡബിൾ ബാരൽ ഇറങ്ങി. ഡബിൾ ബാരലിന് ഒരു തരത്തിലും ഇദ്ദേഹത്തിന് കണ്ടിട്ടില്ല, ആമേനിലും കണ്ടിട്ടില്ല. മാത്രമല്ല ഡബിൾ ബാരൽ ഇറങ്ങിയപ്പോഴാണ് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് വന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെ ഈ ഡയറക്ടർ സിനിമയ്ക്ക് ശേഷം ഇറങ്ങി അഭിപ്രായം പറയുന്നതും വിശദീകരിക്കുന്നതൊന്നും ഒരു തെറ്റായ പരിപാടിയല്ല. അതൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ ഈ ഡയലോഗ് വീണ്ടും ആവർത്തിച്ച് ഇതുവരെ അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ലാതിരുന്നൊരു വ്യക്തി ആ പ്ലാൻ മാറ്റിയിട്ട് പിന്നെ വീണ്ടും ഈ പ്ലാൻ പറയുന്നതിലാണ് ഈ എതിരഭിപ്രായം വരുന്നത്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഇല്ല എനിക്ക് ഈ സിനിമ സംസാരിക്കപ്പെടണം, ഈ സിനിമ ആളുകളിലേക്ക് ഇറങ്ങണം, അതിനുവേണ്ടി ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല ഇവിടെ. ഇപ്പം ഈ ഹരി പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഈ ചിത്രം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത സിനിമയാണ്. ആകപ്പാടെ എനിക്കൊരു കുഴപ്പം തോന്നിയത് കഥാപാത്രങ്ങളുടെ അടുത്തൊന്നും ഒരു ഇമോഷണൽ കണക്ടിവിറ്റി തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് തോന്നിയത്. ബാക്കി
ഫുള്ള് കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം പറയുന്നത് ഇപ്പോൾ ഹരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും വലിയൊരു പ്രൊമോഷനൊക്കെ കൊടുത്തിട്ടും ഇവർ ഇൻ്റർവ്യൂവിൽ പോലും ഈ സിനിമ ഒരു മാസ് പടമാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാ ഇൻ്റർവ്യൂവേഴ്സും ഇവരുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ. മാത്രമല്ല ടിനു പാപ്പച്ചൻ്റെ കമൻ്റൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിൽ. എന്നിട്ടും അതൊന്നും നിഷേധിക്കാനോ ഒന്നും ഇവർ മുതിർന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇതൊരു മാസ് പടം അല്ല, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, ഇതൊരു സാധാരണ മുത്തശ്ശി കഥയാണ്. പിന്നെ രണ്ടാമതൊരു പോസ്റ്റർ ഇറക്കി, എന്താ ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറക്കി. എന്നാൽ ആദ്യമേ ആ രീതിയിൽ പ്രൊമോഷൻ നടത്തണമായിരുന്നു, ഇൻ്റർവ്യൂവിൽ ആ രീതിയിൽ സംസാരിക്കണമായിരുന്നു. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടെ ഈ മാസ് പടമാണെന്നുള്ള തരത്തിലുള്ള പ്രതീതി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അമർ ചിത്രകഥയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാണ് പറഞ്ഞത്. ആളുകളുടെ മനസ്സിൽ അപ്പോഴും കിടക്കുന്നത് ഈ മാസ് എലമെൻസ് ഉള്ള പടം, തിയേറ്റർ കുലുങ്ങുന്ന പടം എന്നുള്ളതൊക്കെ അവരുടെ മനസ്സിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻ സമയത്തെങ്കിലും, അറ്റ്ലീസ്റ്റ് പ്രൊമോഷൻ സമയത്തെങ്കിലും അതിനെ നിഷേധിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പ്രൊമോഷൻ നടത്തണമായിരുന്നു. പക്ഷേ ആ സമയത്ത് നിഷേധിക്കാതെ ഇങ്ങനെ ഒരു പ്രതി നിലനിർത്തിക്കൊണ്ട് വരുമ്പോൾ ആളുകൾ നെഗറ്റീവ് അടിക്കും. പിന്നെ ഈ വെളുപ്പിനെ 6 മണിക്കുള്ള ഒരു ഷോ, നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് സെറ്റിൽഡ് ആകാതെ അങ്ങനെ ഒരു സെറ്റിൽഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഓഡിയൻസിനെ ഈ പടം ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. വെളുപ്പിനെ 6 മണിക്ക് 6:30 കാണുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിലിരുന്ന് സിനിമ കാണാൻ വരുന്നവരാണോ? എൻ്റെ അറിവിലല്ല. രാവിലെ തിയേറ്ററിൽ പോകുന്നവർ കുറച്ച് ആഘോഷിച്ച് ആർപ്പ് വിളിച്ച് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പോകുന്നവരാണ്. വൈകുന്നേരമൊക്കെ സിനിമ കാണാൻ പോകുന്ന കുറച്ച് സെറ്റിൽഡ് ആയിട്ടിരുന്ന് കാണാൻ പോകുന്നവരാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെളുപ്പിനെ ഷോ വയ്ക്കരുതായിരുന്നു, ഒരു 11 മണിക്ക് റെഗുലർ ഷോ വെച്ചാൽ മതിയായിരുന്നു. അതാണ്, അല്ലാതെ ചുമ്മാ എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഈ പടം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല വന്നതെന്ന് പറയാൻ എനിക്ക് അറിയില്ല. ഇപ്പം പല പടങ്ങളും ഇപ്പം ആളുകൾ എടുത്തത് മിസ്റ്റേക്കായിട്ട് പോയിട്ട് ഇപ്പം തിയേറ്ററിൽ പരാജയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ നിങ്ങൾ പ്രൊമോഷൻ ചെയ്തത് തന്നെ ഇത്തരത്തിലാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും അങ്ങനെയല്ലേ വരും. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഇവിടെ പരസ്യമായിട്ട് മോഹൻലാൽ ഫാൻസിനെതിരെ അധിക്ഷേപം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ ഫാൻ ഷോ എന്ന് വെക്കുമ്പോഴേക്കും മോഹൻലാൽ ഫാൻസ് വരും. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് കുറച്ച് LJP ഫാൻസ് കൂടെ വന്നു. അപ്പോൾ ഞാൻ കണ്ട ഒരു തിയേറ്റർ റെസ്പോൺസിൽ ഈ LJP ഫാൻസ് മോഹൻലാൽ ഫാൻസിനെ കുറ്റം പറയുന്നത് കണ്ടു. അതായത് ഇവർ ഈ ബഹളമാണ്, ഡയലോഗ് കേൾക്കാൻ പറ്റുന്നില്ല, ഇതൊരു ഫാൻസ് ഷോ ആണ്. ഞാൻ പറയട്ടെ, ഒരു സിനിമയുടെ ഫാൻ ഷോ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ നടൻ്റെ ബേസിസിലാണ്, സംവിധായകൻ്റെ ബേസിസിലല്ല. മോഹൻലാലിൻ്റെ ഫാൻസുകാരൊരുക്കുന്ന ഫാൻ ഷോ എന്നേ നമ്മൾ കണ്ടുള്ളൂ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫാൻ ഷോ എന്ന് ഞാൻ കണ്ടിട്ടില്ല, ഒരു സംവിധായകനെ അങ്ങനെ കണ്ടിട്ടില്ല, ടു ബി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ഇനി രാജമൗലിക്കൊക്കെ വന്നാലേ എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ലോകേഷിന് വന്നാലേ ഇപ്പൊ ലിയോ വന്നത് പോലും ലോകേഷ് കനകരാജ് ഫാൻ ഷോ എന്നല്ല, വിജയുടെ ഫാൻ ഷോ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ട് ഈ മോഹൻലാൽ ഫാൻസിനെ കുറ്റം പറയുന്നതിന് എനിക്ക് തീർത്തും നിരാശയാണുള്ളത്. കാരണം അവർ വരുന്നത് ആഘോഷിക്കാനാണ്. അത് അവർ ഫാൻ ഷോ നടത്തുമ്പോൾ ഫാൻ ഷോയുടെ ടൈമിംഗ് അവർക്ക് തന്നിട്ട് അവർ ആഘോഷിക്കാൻ പാടില്ല, ബോളം വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് ന്യായം എനിക്ക് തോന്നുന്നില്ല. നോർമലായിട്ട് നിങ്ങൾ സെറ്റിൽഡ് ആയിട്ട് കാണണമെങ്കിൽ ആ സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിൽ പോകണം. ഇപ്പം ഞാൻ കണ്ട തിയേറ്ററിൽ ഞാൻ കണ്ടത് ഫസ്റ്റ് ഡേ ഈ സിനിമ റിലീസ് ചെയ്ത അന്ന് തന്നെ തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സിൽ രാത്രി 8:30 ഷോയ്ക്കാണ്. നല്ല മെച്ചുവേർഡായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു. ഞാൻ ഈ സിനിമ കണ്ട എൻ്റെ ഒരു ജൂനിയറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞത് അവർ പോയ തിയേറ്ററിൽ അതും ഇതുപോലെ ഒരു വൈകുന്നേരത്തെ ഷോയ്ക്കായിരുന്നു. പക്ഷേ തിയേറ്റർ മുഴുവൻ പല കമൻസും ഒക്കെ വന്നിട്ട് സിനിമയിൽ അങ്ങനെ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പോയ ഷോയ്ക്ക് അവസാനത്തെ കുറച്ച് സിനിമയിൽ ഒരു സൈലൻസ് വരുന്ന ഒരു സീനുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് നടന്ന് കുറച്ച് നേരം ഇങ്ങനെ സൈലൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സീനുണ്ട്. അതിലുൾപ്പെടെ തിയേറ്ററിൽ നല്ല സൈലൻ്റ് ആയിട്ടിരുന്ന ആളുകൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓഡിയൻസിനെയൊക്കെ കിട്ടി അങ്ങനെ സിനിമ കാണാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഈ കൂടുതലും ഈ വൈകുന്നേരം അങ്ങനെയൊക്കെ ഉള്ള സമയത്തായിരിക്കും അങ്ങനെയുള്ള ഓഡിയൻസിനെ. മറുചോദ്യം വരാണെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന ഷോയ്ക്ക് ഞങ്ങൾക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ കുറ്റം പറയാനും പറ്റും. അത്രേ ഉള്ളൂ. ഫാൻ ഷോയ്ക്ക് പോകുമ്പോൾ അതൊരു ഫാൻ ഷോ ആണെന്നുള്ള മിനിമം ലോജിക്കിൽ വെച്ച് പോയാൽ മാത്രമേ നമുക്ക് ഈ സിനിമ വർക്കൗട്ട് ആകാൻ പറ്റുള്ളൂ. എന്നിട്ടും എനിക്ക് തോന്നുന്നു ഒരു സമയം കഴിയുമ്പോൾ ഈ പ്രത്യേകിച്ച് ഇതുപോലത്തെ സിനിമകളൊക്കെ ഫാൻസായിട്ട് തന്നെ അടങ്ങും. കാരണം ഇവർക്ക് ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാവുന്നിടത്ത് അവർ തന്നെ അടങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ കൂവി വിളിക്കാം, ചിലപ്പോൾ ക്രിഞ്ച് അടിക്കാം, ഇതൊക്കെ നടക്കും ഫാൻ ഷോയിൽ. ഇതൊക്കെ അധികമായിട്ടുള്ള ഇത് ആദ്യമായിട്ടൊന്നല്ല നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. ഈ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കുറെ വർഷങ്ങളായില്ലേ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.